അല്ല, എന്തല്ലാന്ന്? അപ്പം വയനാട്ടിലെ മോറി ക്യാപ്പിന്റെ ലോഡ്സ് 83 എന്ന് പറഞ്ഞ റിസോർട്ടിന്ന് ഉച്ചയ്ക്ക് ചൂട് വെള്ളത്തിൽ നല്ലൊരു കുളിയും പാസ്സാക്കിയിട്ട് വെറും വയറ്റില് ഞാൻ ഇറങ്ങി. അത്രയും വിശന്നിട്ടും ആ റിസോർട്ടിൽ നിന്ന് ഒരു കുരു വറ്റ് പോലും കഴിക്കാണ്ട് ഞാൻ ഇറങ്ങാനൊരു കാരണമുണ്ട്. ലാസ്റ്റ് ടൈം വയനാട് വന്നേരെ ഞാൻ ഇതിലോട്ട് പോകുമ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ കയറാൻ പറ്റിയിട്ടില്ല. നെക്സ്റ്റ് ടൈം എപ്പോഴാണോ വയനാട് വരുന്നത് എന്തായാലും അന്നേരം ഇവിടെ കയറണമെന്ന് തീരുമാനിച്ചുറപ്പിച്ചതാ. അപ്പം അങ്ങനെ വയറ് കാലിയാക്കിയിട്ട് നല്ല വിശപ്പോട് കൂടി ഏകദേശം ഉച്ചയ്ക്ക് ഒരു 2:20 ആകുമ്പോൾ ഞാനിവിടെ കയറി. കുറേ ഐറ്റംസ് കഴിച്ചെന്നു ചോദിച്ചാൽ കുറേ ഐറ്റംസ് ഒന്നും കഴിച്ചില്ല. കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ഒന്നും പറയുന്നില്ല. നിങ്ങൾ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ആദ്യം തുടങ്ങിയത് കുറച്ചൊരു വെറൈറ്റി സ്റ്റൈൽ പ്ലേറ്റിങ്ങിൽ വന്നിട്ടുള്ളൊരു സ്റ്റാർട്ടർ ഐറ്റം കഴിച്ചിട്ടാണ്. ബാംബൂ ചിക്കൻ എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര്. 180 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ്. സ്ക്യൂറിൽ ചിക്കൻ ഇങ്ങനെ കുത്തി വെച്ചിട്ട് പിന്നെ അത് മുക്കി തിന്നാനായിട്ട് ചെറിയ ഷോർട്ട് ഗ്ലാസ്സിൽ ഒരു ഡിപ്പും ഉണ്ടാവും. ആ ഡിപ്പിന് ചെറുതായിട്ടൊരു എരിവും പിന്നെ ഒരു മധുരമുള്ള പോലത്തെ ഒരു ഫ്ലേവറാണ്. അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ സ്റ്റാർട്ടർ കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ കഴിച്ചത് ഇവിടുത്തെ മീൽസാണ്. അതായത് ചോറും കറി. ഈ ചോറും കറിക്കല്ല എന്നാ അപ്പം ഇത്ര വലിയ പ്രത്യേകത എന്നുള്ള ചോദ്യം ഉന്നയിക്കാൻ വരട്ടെ. ഞാൻ ഉച്ച സമയത്ത് ഇവിടെ കയറിയേരം കണ്ട കാഴ്ച എല്ലാ മേശമേലും ഈ വാഴയിലിട്ട് അതിൻ്റെ അകത്ത് ഈ ചോറും കറിയും കഴിക്കുന്ന കാഴ്ച. ഇവിടെ ബിരിയാണി ഉണ്ട്, നെയ്ച്ചോറുണ്ട്, ഫ്രൈഡ് റൈസ് ഉണ്ട്, ഉച്ചക്ക് പൊറോട്ടയെല്ലാം ഉണ്ട്. പക്ഷേ മിക്ക ആളുകളും സന്തോഷത്തോടു കൂടി കഴിക്കുന്ന കണ്ടത് ഇവിടുത്തെ സദ്യയാണ്. അവരെ മുഖത്തെ സന്തോഷം കണ്ടേരം എനക്കും തോന്നി ഇവിടുത്തെ സദ്യ കുറച്ച് സ്പെഷ്യലാണെന്ന്. അങ്ങനെ ഞാനും ഓർഡർ ചെയ്തൊരു സദ്യ. 150 റുപ്യാണ് ഇവരെ സദ്യേൻ്റെ റേറ്റ്. ഫിഷ് ഫ്രൈ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അതിൻ്റെ കൂടെ. അത് ഞാൻ എക്സ്ട്രാ വാങ്ങിച്ചു ഒരു പ്ലേറ്റ് കൂന്തൽ. ഉപ്പും ചോറും രസവും മോരും പായസവും മീൻ കറി അടക്കമോ 22 ഐറ്റംസ് വരുന്ന സദ്യ. ഇവിടെ 2 ടൈപ്പ് ചോറുണ്ട് കേട്ടോ. അതായത് കുത്തരീൻ്റെ ചോറുണ്ട്, പൊന്നിയരി ചോറുണ്ട്. എനിക്ക് പിന്നെ കുറച്ച് കൂടുതൽ ഇഷ്ടം നമ്മളെ പൊന്നിയരീൻ്റെ ചോറാണ്. കുത്തരിയിൽ അങ്ങനെ കറിയൊന്നും പിടിക്കാത്ത പോലെ തോന്നും അപ്പം എനിക്ക്. ഈ പൊന്നിയരി ആകുമ്പോൾ എത്ര കഴിച്ച് കഴിഞ്ഞാലും വയറങ്ങനെ ഫുള്ളായ പോലെ തോന്നുകയില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോയിൽ ഇങ്ങനെയെല്ലാം എടുക്കുന്ന കണ്ടിട്ട് ഒരു ബായ് വന്നിട്ട് ചോദിച്ചു നിങ്ങൾക്ക് യൂട്യൂബ് ചാനലുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ അതിൻ്റെ പേരെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് മൂപ്പര് ഫോളോ അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് തംസപ്പെല്ലാം കാണിച്ച് പോയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ സൈഡായിട്ടായിട്ട് ഒരു സൈഡിൽ ലേശം കപ്പയുണ്ടേനുവേ. എന്തെന്നാ മോനെ അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയാൻ. നല്ല പശ പോലത്തെ നാടൻ കപ്പ. ചോറും മീൻകറിയും മോരും കപ്പയും കൂടെ ഒരുമിച്ച് ചേർത്ത് പിടിച്ച് നോക്കിയിട്ടുണ്ട് നിങ്ങൾ. അതിൻ്റെ കൂടെ ലേശം മീൻ പൊരിച്ചയും കൂടി ഉണ്ടെങ്കിൽ പറയണ്ട. ഞാനങ്ങനെ ഈ കൂന്തലും കൂടെ ലേശം അതിൻ്റെ കൂടെ വെച്ചത് ഇങ്ങനെ ഞമണ്ടി കുഴച്ചിട്ട് ഇങ്ങനെ ഇട്ട് എൻ്റെ കഴിച്ചേ. ദൈവം വലിയവനാണ്, പ്രൈസ് ദി ലോർഡ് എന്ന് മനസ്സിൽ മന്ത്രിച്ചുകൊണ്ട് ലേശം രസവും കുടിച്ചിട്ട് അവസാനം ആ അടപ്രഥമനില്ലേ അത് വാഴയിലയിലേക്ക് ഒഴിച്ച് എന്നിട്ട് പപ്പടവും പൊടി ചേർത്ത് പഴവും ഞമണ്ടി ചേർത്തിട്ടിതാ ഇങ്ങനെ എടുത്തിട്ട് കണ്ണ് കൂട്ടിയിട്ട് പിന്നെ ആ ശർക്കര ഉപ്പേരി ഉണ്ടായിരുന്നേ അതും അതിൻ്റെ ഇടയിൽ വെച്ചിട്ടും കഴിച്ച് ഭയങ്കര ടേസ്റ്റ്. എന്നിട്ട് കഴിച്ചതിലൊന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഒരു തണുത്ത മൊയ്റ്റോ കുടിച്ച്. 110 റുപ്യാണ് കേട്ടോ മൊയ്റ്റോൻ്റെ റേറ്റ്. സദ്യ കഴിച്ച് ഒരു ചെറിയ ഏമ്പക്കം പോയിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഞാൻ ഓർഡർ ചെയ്ത നെക്സ്റ്റ് ഐറ്റം വന്ന്. ഇതും വാഴയിലയിൽ തന്നെയാണ്. പക്ഷേ ഇത് സദ്യയല്ല. ഇതാണ് ഇവിടുത്തെ മേളം എന്ന് പറഞ്ഞ ഐറ്റം. ഇതിൻ്റെ ഫുൾ നെയിം ആണെങ്കിൽ പുട്ടുമേളം എന്ന് പറയും. 150 റുപ്യാണ് ഇതിൻ്റെ റേറ്റ്. 3 പുട്ട് വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത്. അരിപ്പുട്ടുണ്ട്, ചെമ്പാവ് പുട്ടുണ്ട്, പിന്നെ ചോളത്തിൻ്റെ പുട്ടുമുണ്ട്. പുട്ട് 3 ടൈപ്പ് ആണെങ്കിൽ അത് കൂട്ടിക്കഴിക്കാനുള്ള കറി 6 എണ്ണം ഉണ്ട്. അതായത് ഒരു കഷ്ണം പുട്ട് 2 കറി കൂട്ടി കഴിക്കാമെന്ന് സാരം. ആദ്യം ഞാൻ കഴിച്ചത് പുട്ടും ബീഫും. അതിന് ശേഷമോ മറ്റേ വെജിറ്റബിൾ കറിയില്ലേ എൻ്റെ പേര് വെജിറ്റബിൾ സ്റ്റൂ. പുട്ടും വെജിറ്റബിൾ സ്റ്റൂവും കൂടെ ചേർത്ത് കഴിച്ചേ. പിന്നെ ചെമ്പാവ് അരി പുട്ട് കൂടെ ലേശം എടുത്തിട്ട് പ്ലേറ്റിലേക്ക് ഇട്ടതിന് ശേഷം ചിക്കൻ കറി കഴിച്ചേ. ചിക്കൻ കറി ഉണ്ടല്ലോ നമ്മളെ നാടൻ ചിക്കൻ കറിയില്ലേ നമ്മളെ വീട്ടിലെല്ലാം ആക്കുന്ന രാവിലെ പുട്ടിൻ്റെ കൂടെയെല്ലാം കിട്ടുന്നത് ഏറെക്കുറെ അതിൻ്റെ അതേ ടേസ്റ്റ് തന്നെയായിരുന്നു. പിന്നെ ഇവർ പുട്ടുണ്ടാക്കുന്നത് എന്തോ ഒരു പുതിയ ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണെന്നാണ് ഇവിടുത്തെ ഷെഫ് എന്നോട് പറഞ്ഞത്. ഭയങ്കര പവർഫുള്ളായിട്ട് തീ അങ്ങ് അടിച്ച് കയറ്റും പോലെ. അന്നേരം വേഗം പുട്ടാവുകയും ചെയ്യും. വേഗം പുട്ടാവുന്നതുകൊണ്ട് തന്നെ പുട്ട് കുറേ സമയം സോഫ്റ്റായിട്ട് നിൽക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞത്. അതിൻ്റെ ഒരു ഡിഫറൻസ് ശരിക്കും പുട്ടിൽ ഫീൽ ചെയ്തതിന് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ക്ലാസിക് ആയിട്ടുള്ള പുട്ടും പഴമല്ല കേട്ടോ ഐറ്റം. അതിനേക്കാളും കുറച്ചും കൂടെ വീര്യം കൂടിയിട്ടുള്ള സാധനം. നല്ല പഞ്ചസാര പാനിയിൽ മൈസൂർ പഴം കുറേ നേരം ഇട്ട് വെക്കുക. കുറച്ച് അനാറ് ഇട്ടിട്ടുണ്ടാവും. അത് എന്നിട്ട് പുട്ടിനോട് ചേർത്ത് ഞമണ്ടി കുഴച്ചിട്ട് പപ്പടവും പൊടിച്ച് ചേർക്കും. എൻ്റെ അമ്മോ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അങ്ങനെ അത് കഴിച്ച് ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത ഐറ്റം വന്നത്. എൻ്റെ വയറിന് ലേശം ഒരു വാമപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്താൽ മതിയെന്ന് ഞാൻ അവരോട് പറഞ്ഞത്. അപ്പോൾ ആ ഐറ്റമാണ് ഈ പിടിയും കോഴിയും. 240 റുപ്യാണ് ഇതിൻ്റെ റേറ്റ്. ഈ ചിക്കൻ കറി പുട്ടിൻ്റെ കൂടെ കൊടുത്ത സെയിം ചിക്കൻ കറി തന്നെയാണ്. പക്ഷേ അത് ഇതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ലേശം പവർ കുറഞ്ഞ പോലെ തോന്നുന്നു. പിന്നെ ആ പിടി ഉണ്ടല്ലോ അത് കുറച്ചൊരു പറ്റി കളിക്കുന്നുണ്ട് എൻ്റെ ഉള്ളിൽ. ഒന്നും കൂടെ ഒന്ന് സെറ്റാവാനുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്നിട്ട് ആ പുട്ടിൻ്റെ കൂടെ വന്ന ബത്തക്ക ജ്യൂസ് ഒറ്റ വലിക്ക് അങ്ങോട്ട് കുടിച്ചതിന് ശേഷം വൈകുന്നേരം ഇവിടുന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ കഴിക്കുന്ന ഒരു ഐറ്റം ഓർഡർ ചെയ്ത്. അതാണ് ഈ പാൽ കപ്പ വിത്ത്
മീൻ മുളകിട്ടത്. പാൽക്കപ്പ ഞാൻ ബീഫിൻ്റെ കൂടെയും പിന്നെ ബീഫിൻ്റെ വാരിയെല്ലിൻ്റെ കൂടെയെല്ലാം കുറേ തവണ കഴിച്ചിട്ടുണ്ടെങ്കിലും മീൻ മുളകിട്ടതിൻ്റെ കൂടെ അങ്ങനെ കഴിച്ചിട്ടില്ല കേട്ടോ. 220 ഈ ഒരു കോമ്പൗണ്ട് റേറ്റ് ഇവിടുത്തെ. ഒരു കാര്യം എന്തായാലും എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. വയനാട്ടിൽ ഇവർക്ക് സ്ഥിരമായിട്ട് ഇതുപോലത്തെ ഫ്രഷ് ആയിട്ടുള്ള മീൻ ഇറക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെന്തായാലും ഒരു തംസ് അപ്പ് കൊടുക്കണം. വയനാട്ടിൽ സാധാരണ ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടാൻ കുറച്ച് ടാസ്ക്കാണ്. പക്ഷേ ഞാൻ ഇപ്പോൾ ഇടുന്ന് കഴിച്ച മീൻ ഭയങ്കര ഫ്രഷാണ്. എന്നിട്ട് ഒരു കട്ടൻ ചായയും കുടിച്ചേ. അതിൻ്റെ ഇടയിലുണ്ട് സജിത ബേട്ടിയില്ലേ നമ്മളെ സീരിയൽ സിനിമ ആക്ട്രസ്. അവർ വന്നിട്ടുണ്ടേനു അവിടെ. ഞാൻ പിന്നെ ഈ കുഞ്ഞിക്കോഴി വറുത്തത് കഴിക്കുന്നതിൻ്റെ ഒരു തിരക്കിലായതുകൊണ്ട് എനിക്ക് സജിത ബേട്ടിനെ അങ്ങനെ അങ്ങോട്ട് ശ്രദ്ധിക്കാനും പറ്റിയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വാസ്തവം. ഈ ചിക്കൻ വെളിച്ചെണ്ണയിൽ തന്നെയാണോ പൊരിച്ചെടുത്തതെന്നുള്ള കാര്യം ഇവിടുത്തെ ഷെഫിനോട് ചോദിച്ച് മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അത് കഴിക്കുമ്പം തന്നെ മനസ്സിലാവും. ആ ഒരു വെളിച്ചെണ്ണേൻ്റെ ചുവയുണ്ടല്ലോ, നല്ല നാടൻ ഫ്ലേവർ. പിന്നെ ആ ചിക്കൻ കറക്റ്റായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നല്ല സമയം വെച്ച് പൊരിച്ചെടുത്ത പോലെ ഉണ്ട്. ഒരു ഭാഗത്തും കരിഞ്ഞിട്ടേ ഇല്ല. പിന്നെ മസാലയെല്ലാം ശരിക്കും ചിക്കൻ്റെ അങ്ങ് ഉള്ളിലോട്ട് വരെ എത്തിയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റിയാണ്. പിന്നെ ഇത് ഇത്രയും ടേസ്റ്റ് ഉണ്ടാവാൻ കാരണം ഇത് നോർമൽ ചിക്കൻ ഫ്രൈ അല്ല, നമ്മളെ മറ്റേ കുഞ്ഞിക്കോഴിയില്ലേ അതിനെ പൊരിച്ചെടുത്തിയ 320 അതിൻ്റെ റേറ്റ്. ചിക്കൻ കഴിച്ചാൽ ഭയങ്കര ദാഹമായിരിക്കും. അപ്പോൾ ആ ദാഹം അപ്പാടെ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ബ്ലൂ കളറിലുള്ള മൊയ്റ്റോ കുടിച്ചതിന് ശേഷം കഴിച്ചത് ഇതാണ് കുഞ്ഞിപ്പത്തൽ ബീഫ് മിക്സ്. 280 ഇതിൻ്റെ റേറ്റ്. അത് പതുക്കെ കഴിക്കുന്നതിൻ്റെ ഇടയ്ക്കാ ഞാൻ ആ സദ്യ കഴിച്ചതിന് ശേഷം പായസം കുടിച്ചിട്ട് ഷെഫിനോട് പറഞ്ഞതിന് ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഷെഫ് എനിക്ക് സ്പെഷ്യലായിട്ട് കൊണ്ടുതന്നെയാണ്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലോണം തണുപ്പിച്ച് ഈ അടപ്രഥമനിൽ ഒരു സ്കൂപ്പ് വെനില ഐസ്ക്രീമും പഴവും മുറിച്ചിട്ടിട്ട്. നമുക്ക് ഏറ്റവും ദേഷ്യമുള്ള ഒരാൾ ഈ സാധനം കൊണ്ടുതന്നാലുണ്ടല്ലോ, നമുക്ക് അവരോടുള്ള ആ ഒരു ദേഷ്യം ഉണ്ടല്ലോ, ചിലപ്പോൾ അതന്നെ അങ്ങോട്ട് മറന്നു പോകും. ആ ഐസ്ക്രീമും പായസവും കുടിച്ച് കഴിഞ്ഞ പാട് ഞാൻ ഈ കുഞ്ഞിപ്പത്തൽ ബീഫിലേക്ക് കൈയിട്ട് സ്പൂണെല്ലാം മാറ്റി വെച്ചിട്ട് ബീഫും കുഞ്ഞിപ്പത്തലെല്ലാം ചേർത്തെടുത്ത് കൈകൊണ്ട് കഴിച്ചു കേട്ടാ. ഊഫ്! എൻ്റെ അമ്മോ! ആ കുരുമുളകിൻ്റെ കുത്തും നെയ്യിൻ്റെ ചുവയിലുള്ള ബീഫ് കഴിച്ചതിന് ശേഷം മൊത്തത്തിലൊന്ന് ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചായ കുടിക്കുന്ന ഗ്ലാസ്സിൽ വരുന്നൊരു മിനി ഫലൂദ ഓർഡർ ചെയ്ത്. 2 സ്കൂപ്പ് ഐസ്ക്രീം ഇതിൻ്റെ അകത്ത് വരുന്നത്. മാംഗോ ഐസ്ക്രീമുണ്ട്, പിന്നെ വെനീല ഐസ്ക്രീമും ഉണ്ട്. ഇത് ഞാൻ എൻ്റെ ഒരു രീതിയിലാണേ കഴിച്ചത്. ഒരു പ്ലേറ്റിലേക്ക് ആ ഫലൂദ അങ്ങോട്ട് കമഴ്ത്തിയിട്ട് 2 കയ്യിൽ 2 സ്പൂണും പിടിച്ചിട്ട് ആ 2 സ്കൂപ്പ് ഐസ്ക്രീമും ഡ്രൈ ഫ്രൂട്ട്സും സേമിയയെല്ലാം നല്ലോണം മിക്സാക്കിയിട്ട് ഇങ്ങനെ കോരിയെടുത്ത് കുടിച്ച് നോക്കിയേ. ഊഫ്! ഞാനിതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നിങ്ങൾ എപ്പോഴെങ്കിലും ഫലൂദ കുടിക്കുമ്പോൾ ഇങ്ങനെയൊന്ന് കുടിച്ച് നോക്ക്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്നാ ഫീലെന്ന്. എരിവും മധുരമെല്ലാം മാറി മാറി കഴിച്ചിട്ട് ഭയങ്കര ദാഹം. അപ്പോൾ ഒന്ന് റിഫ്രഷിങ് ആക്കാൻ വേണ്ടിയിട്ട് അവസാനം ഒരു ഗ്രേപ്പ് ജിഞ്ചറും കുടിച്ച് വിത്തൗട്ട്. ഇവരെ അടുക്കളേൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാം? കംപ്ലീറ്റ്ലി എക്സ്പോസ്ഡ് ആണ് ഇവരെ കിച്ചൺ. റെസ്റ്റോറൻറ്റിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവരെ അടുക്കള മൊത്തം കാണാൻ പറ്റും. അത് ഉണ്ടാക്കുന്നതും പ്ലേറ്റ് ചെയ്യുന്നതും എല്ലാം. ഓലൻ എന്നാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. ഉച്ചയ്ക്ക് ഒരു 2:15 ഞാനിവിടെ കയറുന്ന സമയത്ത് ഇത് ഓൾമോസ്റ്റ് ഫുള്ളായിരുന്നു. ഞാനിവിടുന്ന് തിരിച്ചിറങ്ങിയത് ഏകദേശം ഒരു 5 മണി 5:30 ആ ഒരു സമയത്താണ്. അന്നേരം റെസ്റ്റോറൻറ്റ് ഏറെക്കുറെ കംപ്ലീറ്റ്ലി കാലിയാണ് കേട്ടോ. ആരും ഉണ്ടായിട്ടില്ല. ഷെഫ് ഷിബിനും ഷെഫ് സിനോയും കൂടെ ചേർന്നിട്ടാണ് ഈ ഓലൻ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. സ്റ്റാർട്ടർ എന്നല്ല മെനുവിൽ എഴുതുന്നതിന് പകരം ഇതിൽ തുടങ്ങാം, ഇങ്ങനെയെല്ലാം ഇവരെ എഴുതി വെച്ചിട്ടുള്ളത്. ഒരു വെറൈറ്റി മെനു അല്ലാണ്. പിന്നെ കുറേ സെലിബ്രിറ്റീസ് എല്ലാം ഇവിടെ വന്ന് കഴിച്ചിരുന്നല്ലാന്ന് മൂപ്പര് പറഞ്ഞത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഷെഫ് ഷിബിൻ. സർവീസും കാര്യങ്ങളെല്ലാം ഉഷാറായിരുന്നു. പിന്നെ ഫുഡും അടിപൊളിയായിരുന്നു കേട്ടോ. ആകെ ആ പിടിയും കോഴി മാത്രമാണ് ശരിക്കും എനിക്ക് അങ്ങോട്ട് സെറ്റ് ആവാണ്ടിരുന്നത്. അപ്പോൾ സ്പോട്ട് വയനാട് മുട്ടിൽ നോർത്തിലുള്ള ഓലൻ റെസ്റ്റോറൻ്റ് ആണേ. എന്നാൽ പിന്നെ ഞാനങ്ങോട്ട്